സാമ്പത്തിക വിദഗ്ധൻ ആദികേശവൻ ചേരുന്നുണ്ട്. ശ്രീ ആദികേശവൻ, ഇപ്പോഴുണ്ടായിരിക്കുന്ന കുതിപ്പിന് പല കാരണങ്ങളാണ് പറയുന്നത്. ഫെസ്റ്റിവൽ സീസൺ, ക്രിസ്മസ് സീസൺ എന്നുള്ളതൊന്നുണ്ട്. മറ്റൊന്ന് ട്രംപുമായി ബന്ധപ്പെട്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇതൊരു സ്ഥിര നിക്ഷേപം എന്നുള്ള രീതിയിൽ പരിഗണിച്ചു തുടങ്ങിയത്. അങ്ങനെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു ലക്ഷ്യം കടക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ധന്യ, ഇതൊരു എന്തായാലും എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വർഷത്തെ 2025 ട്രെൻഡ് തന്നെ ഈ സ്വർണത്തിന്റെ വില ക്രമേണ കൂടി വരുന്നതാണ് നമ്മൾ കണ്ടത്. ഏകദേശം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35-40% വില സ്വർണത്തിന്റെ ഈ വർഷം കൂടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്റെ അഭിപ്രായത്തില് അമേരിക്കയുടെ ഒരു സ്ഥാനം, അല്ലെങ്കിൽ ലോകം അമേരിക്കയെ കണ്ടിട്ടുള്ള ആ വീക്ഷണം. അമേരിക്ക നേരത്തെ ഒരു സാമ്പത്തിക ശക്തിയാണ്, സ്ഥിരമായിട്ട് അങ്ങനെ ലോകത്തിന്റെ യൂണിപോളാർ ഒറ്റ ഒരു രാജ്യം, ലോകത്തിന് മുഴുവനും നയിക്കാനായിട്ടുള്ള പ്രാപ്തിയുള്ള രാജ്യം എന്നുള്ള ഒരു സ്ഥാനം അമേരിക്കയ്ക്ക് ഈ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം ആ ഒരു ഇമേജിന് കോട്ടം സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു വിശ്വാസം അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയിലും ഡോളറും, അതായത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥ ഇതേപോലെ തന്നെ ക്രമമായി വർദ്ധിച്ച് മുന്നോട്ട് പോകും എന്ന് ലോകത്തിലെ മറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അനുബന്ധമായി ഡോളറും അതേ ആ സ്ട്രെങ്ത്, അല്ലെങ്കിൽ അതിന്റെ കരുത്ത് കാണിച്ച് വിപണിയിൽ നിൽക്കും എന്നുള്ള ഒരു പ്രത്യാശ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ ട്രംപ് വന്നതിന് ശേഷം പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ പോളിസീസിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സ്ഥാനം അമേരിക്കക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള ചോദ്യം ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടുകയാണ്. അത് മാത്രമല്ല, ഇന്ന് പറയപ്പെടുന്നത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലെ ഏഷ്യയുടെ ശക്തി കൂടി വരുന്നു. അപ്പൊ പൊതുവെ ഒരു അൺസർട്ടൺ, ഞാൻ പറയാൻ വന്നത് ഇതൊരു അസ്ഥിരത ഉളവാക്കുന്നു ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ. എപ്പോഴൊക്കെ ഇതൊരു പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ ഇത് മാറാനുള്ള ഒരു സാധ്യതയില്ലേ? ഇപ്പൊ ഇതിന്റെ നാൾവഴികൾ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെയൊക്കെ നമുക്കറിയാം വർഷങ്ങൾ, മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സ്വർണ്ണവിലയിലെ മാറ്റം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലും. അപ്പം ഇതിപ്പോൾ ഈ ഒരു വർഷം തന്നെ ഉണ്ടായിരിക്കുന്ന ആ ഒരു കുതിപ്പ് അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതിന് രണ്ട് കാര്യങ്ങൾ മാത്രം, ഞാൻ അതിലേക്കാണ് വന്നത്. അതായത് ഈ നമ്മൾ സ്വർണ്ണ വിലവർധന, ഈ അൺസർട്ടനിറ്റി, അസ്ഥിരത വരുമ്പോൾ സേഫ് ഹാവ് എന്ന് പറയും. അതായത് അത് സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗമായിട്ട് സ്വർണത്തിനെ പരമ്പരാഗതമായി കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ, കുടുംബങ്ങൾ മേടിക്കുന്നതല്ല ഞാൻ പറയുന്നത്. സെൻട്രൽ ബാങ്ക്സ് ഉണ്ടല്ലോ, അമേരിക്കൻ സെൻട്രൽ ബാങ്ക്, യൂറോപ്പിലെ കേന്ദ്ര ബാങ്കുകൾ, ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക്, റിസർവ് ബാങ്ക് അടക്കം. റിസർവ് ബാങ്കിന്റെ സ്വർണ ശേഖരം 2024 അവസാനം ഏകദേശം 650 ടൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഡിസംബർ 2025 ആ സ്വർണ ശേഖരം ഏകദേശം 880 ടണ്ണായി ഉയർന്നിട്ടുണ്ട്. അപ്പൊ കേന്ദ്ര ബാങ്കുകൾ അടക്കം അവരാണ് കൂടുതൽ ഇത് മേടിക്കുന്നത്. ഈ വ്യക്തികള് നമ്മുടെ ഇപ്പം ജുവലറി കടകളിൽ കാണുന്ന തിരക്ക് വെച്ച് സ്വർണത്തിന്റെ ആഗോള നിരക്ക് മൂവ്മെന്റ് ഉണ്ടാവുന്നേ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. കേന്ദ്ര ബാങ്കുകളാണ് പ്രധാനമായിട്ടും വളരെ കൂടുതലായിട്ട് ഇത് സേഫ് ഹാവൻ എന്നുള്ള, സുരക്ഷിത നിക്ഷേപം എന്നുള്ള രീതിയിൽ ഇത് മേടിച്ചു കൂട്ടുന്നത്. അതാണ് ഈ സ്വർണ്ണവില ഇൻക്രീസിന് പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത് ഒരു കാര്യം കൂടി തന്നെയാണ് നമ്മൾ മറന്നു പോകുന്ന കാര്യം. ഇപ്പൊ ഞാനിപ്പം ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കേരളത്തിലെ എല്ലാ മലയാളി ചാനലുകളിലെല്ലാം ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്, ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. ഓക്കെ, പക്ഷേ നമ്മൾ ഈവൻ ഇന്ത്യ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കാര്യമെടുത്താൽ സാമ്പത്തിക ചാനലിലെ അടക്കം ഇത് ഇത്രയും വലിയ ഒരു ചർച്ചാ വിഷയം അല്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ സ്വർണത്തിന്റെ വില ഇത്രയും കൂടുമ്പോഴും നമ്മുടെ പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റ നിരക്ക് കഴിഞ്ഞ 2-3 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ 1%, 1.5% എന്നുള്ള നിരക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ ഒരു കോൺട്രഡിക്ഷൻ, അല്ലെങ്കിൽ ഈ വിരോധാഭാസമുണ്ട്. കാരണം കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ പ്രത്യേക ഒരു സമ്പദ് വ്യവസ്ഥയാണ്. നമ്മൾ ഈ വിഷയം പ്രധാനമായിട്ട് എടുക്കാനുള്ള കാരണവും നമ്മളെ മലയാളികളെ, ഇപ്പൊ നമുക്ക് സ്വർണത്തോടുള്ള ഒരു കമ്പം ഇല്ലെങ്കിൽ എത്രത്തോളം ഇത് വാങ്ങിക്കൂട്ടുന്ന ആളുകളാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം ഇത് മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും, ലാഭകരമാവുമോ, വിപണിയിലേക്ക് എത്തുമ്പോൾ അതിലുണ്ടാകുന്ന നഷ്ടങ്ങൾ, അങ്ങനെ രീതിയിലൊക്കെ വിലയിരുത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? എനിക്ക് തോന്നുന്നത് അതായത് ഇത് വർദ്ധിച്ചുകൊണ്ട് തന്നെയായിരിക്കും. കാരണം ഈ അൺസർട്ടനിറ്റി, ആഗോള അസ്ഥിരത നമ്മൾ ഇപ്പം നോക്കിക്കാണുമ്പോൾ വലുതായ ഒരു മാറ്റം ഇനി 2026-ലോ 2027-ലോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ പറയുന്ന ആഗോള ട്രെൻഡ് തന്നെ ആയിരിക്കും അത്. പക്ഷേ എന്നിരുന്നാലും എല്ലാ കമ്മോഡിറ്റീസ്, സ്വർണ്ണമടക്കമുള്ള മാർക്കറ്റ് ആയാലും ശരി, ഷെയർ മാർക്കറ്റ് ആയാലും ശരി,
എല്ലാം ഒറ്റയ്ക്ക് അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നതല്ല. ഇതിന്റെ ഇടയ്ക്ക് ചില താഴ്ചകളൊക്കെ ഉണ്ടാവാം. അപ്പൊ എന്റെ ഒരു അഭിപ്രായം, നമ്മുടെ ഇപ്പൊ സാധാരണപ്പെട്ട ആൾക്കാര് ഈ ഉയർന്ന വിലയിലേക്ക് പോയി, പക്ഷെ ഒരു 1-2 ആഴ്ച 3 ആഴ്ച ഇത് സ്വർണത്തിന്റെ ഈ കഴിഞ്ഞ കാല ഇതിൽ പോലും സംഭവിച്ചിട്ടുള്ളതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും താഴോട്ട് വരും, വീണ്ടും ആ ട്രെൻഡ് റീഗെയിൻ ചെയ്യും. അപ്പൊ ആ ഒരു നീക്കം സൂക്ഷിച്ചിരുന്ന് അഥവാ ആവശ്യമുണ്ടെങ്കിൽ മേടിക്കുന്നതായിരിക്കും സാധാരണക്കാരെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ട്രെൻഡ് ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ.